യുവതാരങ്ങളുടെ കരുത്തിൽ ഇത്തവണ തങ്ങൾ കിരീടം ചൂടുമെന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പരിശീലകൻ റൈഫി ഗോമസ്. KCL രണ്ടാം സീസണും വലിയ വിജയമാണെന്നും റൈഫി ജനം ടിവിയോട് പറഞ്ഞു. റൈഫിക്കൊപ്പം നിഖിൽ കുമാർ ചേരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരശീല വീഴുകയാണ്. ചാമ്പ്യന്മാർ ആരെന്ന് ഇന്നറിയാം. ഇന്നിപ്പോൾ നമ്മോടൊപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ പരിശീലകൻ റൈഫി ചേരുന്നുണ്ട്. റൈഫി, ടീം ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുതന്നെയായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ സീസൺ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ഒരു ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സീസണിൽ അതൊരു മെഗാ ഹിറ്റായി എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, സഞ്ജുവിൻ്റെ പ്രസൻസ് ഉണ്ട്. സഞ്ജു ഒരുപാട് കളി കൊച്ചിക്ക് വേണ്ടി കളിച്ചു. ഒരുപാട് മാച്ച് വിന്നിങ് നോക്കുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഈ സീസൺ ഗംഭീരമായിരുന്നു. മാത്രമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഗ്ലോറിയിലേക്ക് പോകാമെന്നുള്ളതാണ് എല്ലാ ടീമും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നേരത്തെ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻ കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, ഒരു വലിയ ചലഞ്ചായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഡ്രീമായിരുന്നു സഞ്ജുവിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് കഴിഞ്ഞൊരു ചെറിയ പേഴ്സായിരുന്നു, ഒരു 23 lakhs പേഴ്സിനായിരുന്നു നമുക്ക് ആ ഒരു ടീം ബിൽഡ് ചെയ്യേണ്ടിയിരുന്നത്. അവിടെ നമ്മൾ മികച്ച ക്രിക്കറ്റേഴ്സിനെ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. വേണ്ട പരിശീലനമൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ കൊടുത്ത് മികച്ച രീതിയിലാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര മികച്ച രീതിയിൽ നമുക്ക് ആദ്യത്തെ ഫേസ് ഫിനിഷ് ചെയ്യാൻ പറ്റിയതും ആദ്യത്തെ 10 കളിയിൽ നിന്നും 8 മാച്ചൊക്കെ ജയിക്കാൻ സാധിച്ചതും. ഈ പറഞ്ഞതുപോലെ ഇത് ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ റൈഫിനോട് പറഞ്ഞിരുന്നു, ലീഗ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും, സഞ്ജു മാത്രമല്ല ഒട്ടനവധി താരങ്ങൾ, അതായത് ഓരോ മത്സരവും വിജയിപ്പിക്കാൻ കെൽപ്പുള്ള കഴിവുള്ള ഒട്ടേറെ താരങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് സീസൺ കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നമുക്ക് ലോകത്തിന് കാണാൻ സാധിച്ചതും. അത് തന്നെയാണ്. കാരണം വലിയൊരു ചലഞ്ചായിരുന്നു മുമ്പിൽ. ഞാൻ ഒരുപാട് ആ ചലഞ്ച് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ബാക്കി എല്ലാ ടീമും 50 lakhs പേഴ്സിനെ ടീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 23 lakhs ബഡ്ജറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഈ 15 പേരെയും നമ്മൾ വളരെയധികം ഹോംവർക്ക് ചെയ്ത് അവരുടെ ക്യാരക്ടറൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഓരോ സിറ്റുവേഷനിലും മാച്ചിൽ ഇവർ ക്ലബ് മാച്ചസിനും ബാക്കി ഡൊമസ്റ്റിക് മാച്ചസിനൊക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, എത്രത്തോളം ക്യാരക്ടറാണ് അവർ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഓരോരുത്തരെയും നമ്മൾ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കടുവ കുട്ടികൾ തന്നെ പറയണം, വളരെ നന്നായിട്ട് പ്രിപ്പറേഷനും ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ സാധിച്ചു. അതിൽ മികച്ച രീതിയിലാണ് അവരും റെസ്പോണ്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഓരോ മാച്ചിലും വളരെ മികച്ച കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നു. അതുതന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ടീം മികച്ച രീതിയിൽ ആ ഒരു ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. ഏറ്റവും എടുത്തു പറയേണ്ട കുറച്ച് പ്രകടനങ്ങൾ ഉള്ളത് വിനൂവിൻ്റേത്, ആഷിഖ്, നിഖിൽ, ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ ഓരോരുത്തരുടെയും ആണെങ്കിലും ഇവരൊക്കെ ഒരു പടി മുകളിലാണ് നമ്മൾ നോക്കി കാണുമ്പോൾ. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ ഓരോ ടീമും ക്യാരി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എക്സെപ്ഷണലായിട്ട് ഒരുപാട് പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവരുടെയൊക്കെ മാച്ച് വിന്നിങ് പെർഫോമൻസ് കാണാൻ സാധിച്ചത്. എന്നാലും എനിക്ക് തോന്നുന്നു എല്ലാവരും 15 പേരും കൂടാതെ സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് പോയതിനു ശേഷം വന്ന ഒരു 4-5 പ്ലേയേഴ്സിലും അവരും മാൻ ഓഫ് ദ മാച്ചും മികച്ച പെർഫോമൻസുമാണ് കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ, കാരണം എല്ലാവരും ഇവിടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നവരാണ്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവരെയൊക്കെ നമുക്ക് കേരള ക്രിക്കറ്റിൻ്റെ മുൻപിലും ലോക ക്രിക്കറ്റിൻ്റെ മുമ്പിലും വലിയൊരു എക്സ്പോഷർ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ്. അതായത് ഞാൻ ചോദിക്കാൻ വന്നിരിക്കുന്നത്, സഞ്ജുവിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്ന താരങ്ങൾ, ഇപ്പോൾ ജിഷ്ണു അടക്കമുള്ളവർ കൃത്യമായ റീപ്ലേസ്മെൻ്റ് എന്ന് പറയാം. കാരണം ഓപ്പണിങ്ങിൽ ഇറങ്ങുന്നു, ടീമിന് ആവശ്യമുള്ള റൺസ് നേടുന്നു. അതായത് എനിക്ക് തോന്നുന്നു റൈഫി കേരള ക്രിക്കറ്റിൽ കുറേ നാളായിട്ടുണ്ട്, അതുകൊണ്ട് ഓരോ താരങ്ങളെയും വ്യക്തിപരമായി അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാര്യം. കാരണം ഓരോ പ്ലേയേഴ്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ആ ഒരു രീതി, അപ്രോച്ച് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഏതൊരു സിറ്റുവേഷനിലാണ്, ഏത് റോളാണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ജിഷ്ണു വലിയൊരു എക്സാമ്പിളാണ്. അന്നത്തെ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീൽഡിൽ കൊടുത്ത ഇമ്പാക്റ്റും ആ ഒരു അപ്രോച്ചും ആ ഒരു ഫയറൊക്കെ മികച്ച തന്നെയായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഓപ്പണിംഗ് വിടുന്നു, വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ പ്ലെയറിനെ മനസ്സിലാക്കി അവരുടെ സ്കിൽ ലെവൽ എന്താണ്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി വേണ്ട സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലെയേഴ്സൊക്കെ മാച്ച് വിന്നേഴ്സ് ആവുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരാണ് എതിരാളികൾ. തീർച്ചയായിട്ടും. കാരണം ഇത് തന്നെയല്ലേ ഗെയിമിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഈ ഒരു ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും വളരെ യങ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സ് തന്നെയാണ്. അപ്പം എത്ര മികച്ച രീതിയിലാണല്ലോ ഈ പ്ലേയേഴ്സ് എല്ലാവരും എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ അവർക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഗെയിം വളരെ സന്തോഷമായിട്ട് കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലെത്തുക, വളരെയധികം എക്സ്പ്രസ് ചെയ്ത് കളിക്കാൻ സാധിക്കുക, അത് തന്നെയാണ് പ്രയോറിറ്റി എന്നുള്ളത്. നമുക്ക് എത്രത്തോളം സന്തോഷത്തോടുകൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്ത് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കുമോ
അതിൽ പരം വേറൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം കൂടി, ഈ നമ്മൾ ലീഗിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നു, ഈ KCL യുവതാരങ്ങൾക്ക് നൽകുന്നൊരു സ്പേസ്. ഇത് ഈ യുവതാരങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ മാത്രമല്ല മറ്റുള്ള ടീമുകൾ എടുത്താൽ എല്ലാ ടീമിലും കുറേയധികം താരങ്ങൾ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ദേശീയ ലെവലിൽ തന്നെ ശ്രദ്ധ നേടിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. കാരണം അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് സഞ്ജുവിനെ ഒരുപാട് ടാലൻറ്റ് സ്കൗട്ട്സ് വിളിച്ച് നമ്മുടെ പ്ലേയേഴ്സിനെയൊക്കെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് ടാലൻറ്റ് സ്കൗട്ട്സ്, ഡിഫറൻറ്റ് ഫ്രാഞ്ചൈസികളുടെ ടാലൻറ്റ് സ്കൗട്ട്സ് നമുക്കിവിടെ കളി കാണാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിഘ്നേഷ് പുത്തൂരും ബാക്കി നമുക്കറിയാം സീനിയർ പ്ലേയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഒരു കംബാക്ക് IPL-ലേക്ക് നടത്തുന്ന കണ്ടിരുന്നു. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ്, പുതിയ പ്ലേയേഴ്സ് ഇനി ആ ഒരു ബിഗർ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വലിയൊരു പങ്കാണ് വഹിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഈ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ സീസൺ ഒരു 10 മടങ്ങ് അത് മുകളിലേക്ക് പോയി എന്ന് വേണം പറയാൻ. അതിലും മുകളിലേക്ക് പോയി എന്നാലേ ഉള്ളൂ. എന്തായാലും വളരെ ക്വാളിറ്റി ആയിട്ടാണ് ഈ ടൂർണമെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പം വനിതകളുടെ ഒരു KCL വനിതകളുടെ ഒരു വെർഷൻ കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ക്രിക്കറ്റേഴ്സിൻ്റെ ആ ഒരു ഇനി മുൻപോട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റികൾ എടുത്തു നോക്കേണ്ട കാര്യം തന്നെയാണ് വിമൻസ് ക്രിക്കറ്റും മെൻസ് ക്രിക്കറ്റും ഒക്കെ. കാരണം ഒരുപാട് പ്ലാറ്റ്ഫോമാണ് ഓപ്പണായി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ആ ഒരു ഗെയിം വളരെ നന്നായിട്ട് പരിശീലനമൊക്കെ നടത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഡോർസ് വിൽ ഓപ്പൺ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വിജയിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതായത് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഉള്ളത്. വിജയം സായിക്കൊപ്പം M. നിഖിൽകുമാർ, ജനം.